രാജീവൻ എന്ന ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് പൃഥ്വിരാജ് എത്തുന്നു. ഒരു സാധാരണക്കാരനായ ഒരു നോബഡി ആയിട്ട്. പക്ഷേ ചിത്രം സാധാരണ പ്രേക്ഷകർക്ക് സ്വീകാര്യമായോ ഇല്ലയോ എന്നത് നമുക്ക് സംസാരിക്കാം. പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. റോഷാക്കിൻ്റെ സംവിധായകനായ നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ചിത്രമായ ഐ നോബഡിയാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത്. കെട്ടോളൻ ആണെൻ്റെ മാലാഖ കണ്ട് ഞെട്ടിപ്പിച്ചു, റോഷാക്ക് കണ്ട് ത്രില്ലടിപ്പിച്ചു. ഐ നോബഡി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിസാം ബഷീറിനെ കാണാൻ വേണ്ടിയിട്ട്, നിസാം ബഷീറിൻ്റെ വർക്ക് കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോയ ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂ നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തതാണ്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങിയ പ്രേക്ഷകനാണ്. കാരണം ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവെൽ പോർഷനിൽ ഉൾപ്പെടെ ജേക്സിൻ്റെ കത്തിക്കലൊക്കെ വെച്ചിട്ട് വളരെ രസകരമായിട്ട് സിനിമയുടെ ഒരു പ്ലോട്ട് അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ പ്ലോട്ട് ബിൽഡ് ചെയ്ത് എങ്ങനെയായിരിക്കും രാജീവൻ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും ഐ വാസ് ഡിസപ്പോയിൻറ്റഡ് ഇൻ ദ സെൻസ് കഥയുടെ ലോജിക്കൽ പരമായ പ്രശ്നങ്ങൾ കാരണം വളരെ ഡിസപ്പോയിൻമെൻ്റ് ആണ് എന്നിലെ പ്രേക്ഷകന് കിട്ടിയത് എന്നതും കൂടി പറയേണ്ടി വരും. പോസിറ്റീവായിട്ട് എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ജേക്സ് ബിജോയുടെ മ്യൂസിക്കൽ, അത് BGM വർക്ക്സ് ആവട്ടെ, പാട്ടുകളായിക്കോട്ടെ, ഇംഗ്ലീഷ് സോങ്സ് പ്രത്യേകിച്ചും എല്ലാം വളരെ രസകരമായിട്ട് ഉണ്ടായിരുന്നു. വിത്ത് ദ ഫ്ലോ എന്ന് തോന്നിയ പോലെ തന്നെയാണ് തോന്നിയത്. ജേക്സ് ബിജോയുടെ വർക്ക് പറയുന്നത് പോലെ തന്നെ റമീസ് MB എന്ന ന്യൂ എഡിറ്റർ, അദ്ദേഹം ആദ്യമായി സ്വതന്ത്രമായി എഡിറ്റ് ചെയ്യുന്ന ചിത്രമാണ് ഐ നോബഡി. ബ്രില്യൻ്റ് എഡിറ്റിംഗ്, ബ്രില്യൻ്റ് കട്ട്സ്, പടത്തിൻ്റെ ഫ്ലോ അനുസരിച്ച് എഡിറ്റിങ്ങിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ കൃത്യമായിട്ട് നീതി പുലർത്തിയിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് നമ്മൾ പൃഥ്വിരാജ് പാർവതി അവർ കോമ്പിനേഷനിൽ വന്ന സിനിമകളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു തരത്തിലുള്ള കോമ്പിനേഷനാണ് പൃഥ്വിരാജും പാർവതിയും തമ്മിൽ ഉള്ളത്. സാധാരണ വളരെ സിങ്കായി നിൽക്കുന്ന പ്രണയ ജോഡികളായ ഒരു ഭാര്യ ഭർത്താവല്ല. അവിടെ വേറൊരു ആംഗിളാണ്, വേറൊരു ആർക്കാണ് സംസാരിക്കുന്നത്. അതിൽ ഗംഭീരമായിട്ട് തന്നെ പാർവതിയുടെ റോള് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് ആസ് ഓൾവേസ് ഷോൾഡർ ചെയ്യുന്നുണ്ട് ഈ സിനിമ. രാജീവൻ എന്ന കഥാപാത്രമായിട്ട് പൃഥ്വി മാറുന്നുണ്ട്. പക്ഷേ പൃഥ്വിയുടെ ഫിസിക്ക് വളരെ ക്വസ്റ്റ്യനബിളാണ്. പുള്ളി കമ്മിറ്റ് ചെയ്ത വർക്ക്സൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴേക്കും ഈ രാജീവൻ എന്ന് പറയുന്നൊരു വ്യക്തി അങ്ങനെ ജിമ്മിൽ പോകുന്നൊരു വ്യക്തിയോ അങ്ങനെ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ എംപ്ലോയിയോ ഒന്നുമല്ല. പക്ഷേ പൃഥ്വിരാജിൻ്റെ നമുക്ക് ആ ബോഡി കാണുമ്പോൾ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ബോഡി അല്ല അത്. പക്ഷേ ഒരു സാധാരണ ഒരു ഓർഡിനറി പേഴ്സൺ ഇത്രയും പേരൊക്കെ ഇടിച്ചിടുന്നൊക്കെ പറയുമ്പോഴേക്കും ലോജിക്കലി ഞാൻ പറയുന്നത് അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞ ഈ ഫൈറ്റ് പ്രശ്നം മാത്രമല്ല ലോജിക്കൽ പ്രശ്നം. സെക്കൻഡ് ഹാഫിൽ ഇതിൻ്റെ കാര്യങ്ങൾ പോകുമ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പോകുമ്പോഴേക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കേരള പോലീസിന് ഇങ്ങനെയൊക്കെ ഒരു കേസ് അന്വേഷിക്കാൻ ഇത്ര മണ്ടന്മാരാണോ ഇതിനകത്തുള്ളത് എന്ന് നമുക്ക് ചിന്തിച്ച് പോകുന്ന രീതിയിൽ നമുക്ക് തോന്നിപ്പോകും. ഞാൻ പലപ്പോഴായിട്ട് ഈ സിനിമയിൽ രണ്ടാം ഭാഗത്തിൽ ഒരു സീക്വൻസ് ഉണ്ട്. അതായത് ശങ്കർ രാമകൃഷ്ണൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ശങ്കർ രാമകൃഷ്ണനും ടീമും കൂടി പൃഥ്വിരാജിൻ്റെ ഫ്ലാറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നൊരു സീക്വൻസ് ഉണ്ട്. കുറേ നേരം അവർ ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയോ നോക്കുന്നുണ്ട്. പക്ഷേ എന്താണ് നോക്കുന്നതെന്ന് പ്രേക്ഷകനായി എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇത് നോക്ക്, പക്ഷേ അതൊന്നും അവർ കേൾക്കുന്നില്ല. അവർ വേറെ എന്തൊക്കെയോ നോക്കുന്നത്. ഒന്നുകിൽ ടവർ ലൊക്കേഷൻ നോക്കാം, അല്ലെങ്കിൽ ഫോണിൽ ലാസ്റ്റ് കോൾ ഹിസ്റ്ററി നോക്കാം. ഇതൊക്കെ നോക്കാം. ഞാൻ ഒന്നും സ്പോയിൽ ചെയ്യാതെ പറയാണ്. കോൾ ഹിസ്റ്ററി നോക്കി ഇതൊക്കെ നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടൊരു സാധനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ നോക്കുന്നു, എന്തൊക്കെയോ അന്വേഷിക്കുന്നു, ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് കൊണ്ട് എൻ്റെ ഈ രീതി പോലും ഇറ്റ് വാസ് ഡിസപ്പോയിൻറ്റിങ് ടു ബി വെരി ഓണസ്റ്റ്. അത് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഹൗ ഡസ് ദ സ്യൂട്ട് ഹിയർ എന്ന് ചോദ്യമാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തോ ഫ്രം എ പൃഥ്വിരാജ് ഫിലിം അങ്ങനൊരു സെക്കൻഡ് ഹാഫും ആൻഡ് ഫ്രം എ നിസാം ബഷീർ ഫിലിം എന്താ അങ്ങനെ അവർ പ്ലേസ് ചെയ്ത്, എന്തുകൊണ്ട് അവർ ലോജിക്കൽ കറക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തതെന്ന് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് കഥാപരമായിട്ട് തോന്നിപ്പോയി. ഓബ്വിയസ്ലി നമ്മളൊരു സിനിമ കാണുമ്പോൾ സ്ക്രിപ്റ്റ് ഇസ് ദ മെയിൻ ഐറ്റം. നമ്മൾ മ്യൂസിക്, എഡിറ്റ്, സിനിമാറ്റോഗ്രഫി, പെർഫോമൻസ് ഒക്കെ പറഞ്ഞാൽ പോലും സ്ക്രിപ്റ്റ് കൺവിൻസിങ് അല്ലെങ്കിൽ പിന്നെ നമുക്കവിടെ പിടിച്ചിരിക്കാൻ പറ്റാൻ വേറൊരു പോയിന്റ് ഇല്ല. ആ പോയിന്റിലൂടെയാണ് ഐ നോബഡി പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് പ്രശ്നങ്ങൾ സ്ക്രിപ്റ്റ് പരമായിട്ടുണ്ട്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് വാസ് ആക്ച്വലി ക്ലീൻ, വളരെ നീറ്റായിട്ട് പോയിരുന്നൊരു സ്ക്രീൻ പ്ലേ, വളരെ നീറ്റായിട്ട് സ്റ്റോറി ടെൽ ചെയ്തുകൊണ്ടിരുന്ന ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് ലൂപ്പ് ഹോൾസ്, അതിലൊരുപാട് ക്വസ്റ്റ്യൻസ് സ്റ്റിൽ ലെഫ്റ്റ് ഔട്ട്, അതിൻ്റെ ആൻസേഴ്സ് ഇപ്പോഴും കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ പോയില്ല, ഇങ്ങനെ നടന്നില്ല എന്ന് തുടങ്ങി ഒരു 100 ചോദ്യങ്ങൾ ഇപ്പോൾ പ്ലേസ് ചെയ്യാൻ പറഞ്ഞ 100 ചോദ്യങ്ങൾ പുട്ട് ഫോർവേഡ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. പക്ഷേ അതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല. അതിനൊക്കെ ലോജിക്കൽ പരമായിട്ട് ഒരുപാട് മിസ്റ്റേക്സ് തോന്നിയതായിട്ടും തോന്നി. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ നല്ല ആളുകളുണ്ടായിരുന്നു. നല്ല ഹൗസ്ഫുൾ പാക്ഡ് ഷോ ആണ് ഞാൻ കണ്ടത്. റിലീസിന് മുന്നേ തന്നെ 1 കോടി ക്ലബ്ബിൽ പ്രീ സെയിൽസ് ആയിട്ട് കിട്ടിയ സിനിമയും കൂടിയാണ് ഐ നോബഡി. ഏകദേശം 24 മണിക്കൂറിലോളം ഏകദേശം 15,000 ടിക്കറ്റുകളോളം വിറ്റഴിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ രീതിയിലും പ്രീ സെയിൽസ് വകിയ 1 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അശോകൻ വളരെ നൈസായിരുന്നു. ഹക്കീം ഷാജഹാൻ ഒരു കോമഡി കഥാപാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹക്കീം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഹക്കീം കോമഡി ആവുന്നുമുണ്ട്. അതായിരുന്നു ഹക്കീമിൻ്റെ ക്യാരക്ടർ ആർക്കാണ് ഞാൻ പറയുന്നത്.
പിന്നെ മധുബാല ശങ്കർ രാമകൃഷ്ണൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, പിന്നെ 2 പെൺകുട്ടികൾ, അതിൽ ഒരു കുഞ്ഞുകുട്ടിയുണ്ട്. ആ കുഞ്ഞുകുട്ടി ഭയങ്കര രസമായിരുന്നു. പുള്ളിക്കാരി പറയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഹ്യൂമറായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ചധികം മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, വിച്ച് വാസ് നൈസ്, വിച്ച് വർക്ക്ഡ് റിയലി വെൽ ഇൻ തിയേറ്റേഴ്സ്. ആദ്യത്തെ ടു ബി വെരി ഓണസ്റ്റ്, ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ അതായത് നമ്മൾ ടൈറ്റിൽ വരെ കാണുന്ന ഒരു സംഭവമുണ്ട്. അതായത് പൃഥ്വിരാജ് ഇൻ്റർവ്യൂസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫസ്റ്റ് ഷോട്ട് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് മൈൻഡ് ബ്ലോൺ ആവും, പിന്നെ അങ്ങോട്ട് നമ്മൾ കാണാത്ത രീതിയിലായിരിക്കും. ആൻഡ് ഇറ്റ് വാസ് ട്രൂ. ഫസ്റ്റ് ഷോട്ട് തൊട്ട് ഐ നോബഡി എന്ന് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് വരെ ദയവേത് പ്രേക്ഷകർ ഇത് മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ തിയേറ്ററിൽ ഒരു പക്ഷേ 5 മിനിറ്റ് മുന്നേ നേരത്തെ എത്തുക. ആദ്യത്തെ പോർഷൻസ് മിസ് ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക. പലരും തിയേറ്ററിലൊക്കെ ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ ആലോചിച്ച് ഇവരിത് മിസ് ചെയ്തല്ലോ എന്നുള്ളത്. അങ്ങനെ മിസ് ചെയ്യാതിരിക്കാൻ നേരത്തെ എത്തുക. മേക്ക് ഷുവർ നേരത്തെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ തിയേറ്ററിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെക്കൻഡ് ഹാഫ് പേഴ്സണലി ഡിഡ് നോട്ട് വർക്ക് ഫോർ മീ. അതിന് ഒരുപാട് റീസൺസ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ടെക്നിക്കൽ വൈസ് ഇറ്റ് വാസ് ടു ഗുഡ്. വളരെ രസകരമായിട്ട് നല്ല ബഡ്ജറ്റിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എനിക്ക് തോന്നുന്നില്ല ബഡ്ജറ്റിലൊരു എന്താ പറയുക ഒരു കട്ടിംഗ് ഒക്കെ നടത്തി അങ്ങനെ പരിപാടിയാണ്. എന്താണോ സ്ക്രിപ്റ്റിന് ആവശ്യം, എന്താണോ പടത്തിന് വേണ്ടത് അത് നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇബിലീസ് എഴുതിയ, അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എഴുതിയ, റൊഷാക്ക് എഴുതിയ വ്യക്തിയിൽ നിന്നും ഐ എക്സ്പെക്റ്റഡ് സംതിങ് മോർ ആസ് എ റൈറ്റർ ഈ പടത്തിൽ ഡെലിവർ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് പാളിപ്പോയി എന്നത് വേണം തന്നെ പറയാൻ. അങ്ങനെ ഒരു ബാങ്ക് ഹൈസ്റ്റ് ജോണർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ബാങ്ക് ഹൈസ്റ്റ് പരിപാടിയൊന്നും ഇല്ല, ഉണ്ട്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ ക്രക്സ് ഓഫ് ദ ഫിലിം, ആസ് പൃഥ്വി ഓൾറെഡി മെൻഷൻഡ് ഇൻ ഹിസ് ഇൻ്റർവ്യൂസ്. ഹൈസ്റ്റ് അല്ല പ്രധാനപ്പെട്ട പോർഷൻ. ഇറ്റ്സ് എൻ ഇമോഷണൽ റൈഡ് ഓഫ് എൻ ഗവൺമെൻറ് എംപ്ലോയി രാജീവൻ. ഇറ്റ്സ് എൻ ഇമോഷണൽ റൈഡ് ഓഫ് എ ഗവൺമെൻറ് എംപ്ലോയി രാജീവൻ ആൻഡ് ഹിസ് ഫാമിലി, അങ്ങനെ പറയുന്നതായിരിക്കും ശരി. അങ്ങനെ പോകുന്ന ഒരു സിനിമ, അതിനകത്ത് ഒരുപാട് ഫ്ലോസ്, ലോജിക്കൽ പ്രോബ്ലംസ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു വ്യക്തിക്ക്, ഒരു സാധാരണ പേഴ്സണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഒരുമിച്ചൊക്കെ കൊണ്ടുപോവുക, അത് സോർട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, ആൻഡ് ക്ലൈമാക്സ് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ആ വ്യക്തിയോട് സംസാരിക്കാൻ, അതായത് ആ പവറിലിരിക്കുന്ന ഒരു വ്യക്തിയോട് ബാർഗെയിൻ ചെയ്യാനായിട്ട് മാത്രം ഉള്ളൊരു പ്രതിസന്ധി എന്തോ ഐ എം റിയലി ഓഫ് വിത്ത് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. അങ്ങനെയുള്ളൊരു സംഭവമാണ്. പക്ഷേ എക്സ്പെക്ടേഷൻസ് വളരെ ലോ ആയിട്ടാണ് ഞാൻ വെച്ചിരുന്നത്. ഇറ്റ് ഈസ് എ സാറ്റിസ്ഫാക്ടറി ലെവൽ ഫിലിം ഫോർ മീ. ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഫിലിം. ഒരു ആവറേജ് / ഒരു അബവ് ആവറേജ്. ദാറ്റ് ഈസ് മൈ വേർഡിക്ട് ഫോർ ഐ നോബഡി. ഇതാണ് ഒരു പേഴ്സണൽ തോട്ടിൽ തോന്നിയത്. പൃഥ്വിരാജ് വാസ് ഓസം. ആക്ഷൻ സീക്വൻസ് ഒരുപാടുണ്ട് സംസാരിക്കാൻ. ലിഫ്റ്റിലെ സീക്വൻസ് സംസാരിക്കാനുണ്ട്, ടൈറ്റിൽ വരുന്ന സീക്വൻസ് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് റോഡിൽ ഫൈറ്റ് ഉണ്ട്, സാഫല്യം കോംപ്ലക്സിൽ, പാളയം സാഫല്യം കോംപ്ലക്സിലെടുത്ത ഫൈറ്റ് ഉണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി പൂജപ്പുരയിൽ, ഞാൻ പറയുന്നത് അവിടെ ഷൂട്ടിങ്ങിന് ഞാൻ നേരിട്ട് പോയി കണ്ടിരുന്നു. ആ സീക്വൻസ് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. ബസ്സിനകത്ത് വെച്ചൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതെല്ലാം ടേക്ക് അവേ ആയിട്ടുണ്ട്, എല്ലാം മെമ്മറിയിലുണ്ട്. അവർ ഭയങ്കര രസകരമായിട്ട് അത് കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണ ഗവൺമെൻറ് എംപ്ലോയി ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവർ, ഐ ഡോണ്ട് തിങ്ക് സോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ ഒരു റെഫറൻസ് കിട്ടിയതായിട്ട് സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ മിസ് ഔട്ടായി പോയതായിരിക്കാം. കണ്ടവരാണെങ്കിൽ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. സോ ദിസ് ഇസ് മൈ വേർഡിക്ട് ഫോർ ഐ നോബഡി. ഐ നോബഡി കാണാൻ പോയ പ്രേക്ഷകരുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. ആദ്യ ഷോയിൽ തിരുവനന്തപുരം ഏരീസ് പ്ലക്സ് തിയേറ്ററിലാണ് നമ്മൾ പോയി ചോദിച്ചത്. സമ്മിശ്രമായ അഭിപ്രായം വന്നു. ചിലർ ഭയങ്കര മോശമാണെന്ന് പറഞ്ഞു, ചിലർ നല്ല അഭിപ്രായങ്ങളും പറഞ്ഞു. നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയി വരാം. നോബഡി ആരുമില്ലാത്തൊരു നോബഡി ആയി പോയി എന്ന് തന്നെയാണ് പറയാം. ഫസ്റ്റ് ഹാഫ് ഓക്കെ ഫീൽ ആണെങ്കിലും സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും പടം മൊത്തം കയ്യിൽ നിന്ന് പോയി. നിസാം ബഷീറിൻ്റെ റൊഷാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു രീതിയിൽ നമുക്ക് ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തരാത്ത വെറും ഒരു നോർമൽ പടമായിട്ട് മാറിപ്പോയി. ഒന്നുമില്ല, ഒരു ലോജിക്കും ഇല്ലാത്ത വെറും മുണ്ണപ്പടമായിപ്പോയി. വെറും മുണ്ണപ്പടം കൊള്ളത്തില്ല. ആക്ഷൻസ് ഒക്കെ കിടിലായിട്ട് നിസാം ബഷീറിൻ്റെ ആ ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ നോക്കിയാണ്. പക്ഷേ അതിൻ്റെ 7 എത്തിയിട്ടില്ല എന്ന് വേണം പറയാം. നിസാം ബഷീർ ഉറങ്ങി ചെയ്തെന്നാണ്. കാരണം നോബഡി എന്നല്ലേ പേര്, ആരുമില്ല ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുന്നു. പടം കൊള്ളത്തില്ല. പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ മൈ സ്റ്റോറിക്ക് ശേഷമാണ് പൃഥ്വിരാജും പാർവതി ഒരുമിച്ചത്. അത് അതുപോലെ തന്നെ വീണ്ടും നിരാശയാക്കി തന്നെ തന്നത്. നമുക്ക് അതിന്നൊരു കരകയറ്റാൻ അവർക്ക് പറ്റിയിട്ടില്ല. കൊള്ളത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സത്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ലോജിക്കില്ല, അതിനെയും കുഴപ്പമില്ല. ബട്ട് രാജുവേട്ടൻ്റെ ഫുൾ ഒരു ഷോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒട്ടും പടം കൊള്ളത്തില്ല. ലോജിക്കിൽ നല്ല പ്രശ്നമുണ്ട്, ഫുള്ള് പ്രശ്നമുണ്ട്. ഒരാൾ 100 പേരൊക്കെ ചേർന്ന് അടിച്ചിട്ട് അയാൾ എല്ലാവരും കുത്തിട്ട് രക്ഷപ്പെട്ട് ഓടുക എന്ന് പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം വളഞ്ഞിട്ട് അങ്ങനെ ഓടിക്കളയുന്നത് എങ്ങനെ ശരിയാവും ഇതൊക്കെ? ആക്ഷനൊക്കെ നല്ലതാണ്.
കുഴപ്പമില്ല, ലോജിക്കില്ല, ഇല്ല ലോജിക് കുറവാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. മേക്കിംഗ് ഒക്കെ മറ്റേ റോഷാക്ക് എടുത്ത ആളുടെ ആണെന്ന് അതിന്റെ ആ ലെവലിൽ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ ഒരു നല്ല സിനിമയാണ്, നല്ലൊരു ത്രില്ലർ മൂവിയാണ്. ഇമോഷണൽ ത്രില്ലർ എന്ന് പറയാം, അല്ലാതെ സസ്പെൻസ് ട്വിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോകേണ്ട. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയാൽ വളരെ നല്ലൊരു മൂവി എന്ന് പറയുമ്പോൾ 2.25 മണിക്കൂർ നീളമുള്ള സിനിമയാണ്. അത് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കുറയ്ക്കായിരുന്നു. പക്ഷേ ഈ 2.25 മണിക്കൂറിലും നമുക്ക് ഒരിടത്തും സിനിമ ലാഗിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഒന്നും തരുന്നില്ല. നല്ല മൂവിയാണ് എന്ന് പറയുമ്പോൾ ആക്ട്രസിൻ്റെ പൃഥ്വിരാജിൻ്റെയും പാർവതിയുടെയും നല്ല അഭിനയമുള്ള സിനിമയാണ്. ഹക്കിം ഷാ അവരെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ജേക്സ് വിജയൻ്റെ മ്യൂസിക്, അത് പ്രത്യേകിച്ച് ഈ സിനിമയെ കൊഴുപ്പിക്കുന്ന അതാണ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമാണ്. പടം ഒരു ബിഗ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, അതിൽ കൂടുതലൊന്നും പറയാനില്ല. പടം ഹെവി പടമായി, പെർഫോമൻസിനെ കുറിച്ചൊന്നും പറയണ്ട. ഒരു ബാലിന് ശേഷം ഒരു നല്ല പടമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.